ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്ക്ലി മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു വൃത്തികെട്ട മാർക്കറ്റായിരുന്നു സത്യം പറഞ്ഞാൽ. അതായത് എനിക്കൊരു പൊസിഷനിലായ ഒരു നിഫ്റ്റിയുടെ ഒരു ബെയർ സ്പ്രെഡ് ഞാൻ എടുത്ത് ഹോൾഡ് ചെയ്യുന്നതല്ലാതെ വേറെ ഒരു ട്രേഡും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റ് അല്ലായിരുന്നു. മോർണിംഗ് ചെറിയൊരു സെല്ലിംഗ് ഗ്യാപ് ഡൗൺ ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു വോളിയത്തിൻ്റെ ഒരു അഭാവം വളരെ കുറവായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അത് കുറവായിരുന്നു. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ടീവായ രീതിയിൽ വന്നില്ല. ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മാർക്കറ്റ് വ്യക്തമായിട്ട് ആക്സിസ് ബാങ്ക് റിസൾട്ട് ഒരു വീക്കായിരുന്നു. അത് വ്യക്തമായി താഴേക്ക് അടിച്ചു. ഇൻഫോസിസ് റിസൾട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നു ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് വരികയും ചെയ്തു. റിലയൻസിൻ്റെ റിസൾട്ട് ഞാൻ അതിനെക്കുറിച്ച് അനാലിസിസ് പറഞ്ഞിട്ടില്ലായിരുന്നു. റിലയൻസ് റിസൾട്ട് പോസിറ്റീവായിരുന്നു. ആ റിസൾട്ട് പ്രകാരം റിലയൻസ് അപ്പുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്നലെ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഈ കഴിഞ്ഞു പോയ ആഴ്ച, ഇന്ന് അവസാനിച്ച വെള്ളിയാഴ്ച നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇതൊരു കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ആ ഒരു ക്യാൻഡലിനകത്തൊക്കെ തന്നെയായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്ത് ഇവിടെയായിരുന്നു, അവിടെ നിന്ന് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്ത് ഇവിടെയായിരുന്നു, അവിടെ നിന്ന് കയറിയാണ് മാർക്കറ്റ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു നോർമൽ വീക്കായിരുന്നു, ബാലൻസ് വീക്കായിരുന്നു ഈ ആഴ്ച സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കുമായിട്ടാണ് ഈ ആഴ്ച, ഇന്ന് വെള്ളിയാഴ്ച അവസാനിച്ചത്. രണ്ടാമത് എൻ്റെ ക്യാപ്ഷനിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. 22,745 നിഫ്റ്റി വരുമെന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട റീസണായ ഒരു കാര്യം, ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കിയാൽ ഇന്ന് അവസാനിച്ച നിഫ്റ്റിയിൽ ഈ അടുത്ത ആഴ്ചത്തിലേക്ക് 22,780 വരെയുള്ള നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷനിലൊക്കെ നല്ല ഒരു ലോങ് ബിൽഡപ്പ് കണ്ടിട്ടുണ്ട്. അപ് ടു 21,700 വരെയുള്ള കോൾ ഓപ്ഷനിൽ ഷോർട്ട് ബിൽഡപ്പ് ഇന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓപ്ഷൻ റൈറ്റിംഗ് OA ചൈൻ പ്രകാരം നിഫ്റ്റിയിൽ 22,800 വരെ പുട്ടിൽ ലോങ് ബിൽഡപ്പാണുള്ളത്. ഇത് ഗോ ചാർട്ടിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മൾ നിഫ്റ്റിയിലെ ഏതെടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ കോൾ സൈഡിൽ 22,700 വരെ ഷോർട്ട് ബിൽഡപ്പുമാണ് ഇപ്പം മാർക്കറ്റിൽ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുട്ടിൽ ലോങ്സ് വരുന്നുണ്ട്. മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ 22,800 വരെ വരാനുള്ള ചാൻസാണ് അടുത്ത ആഴ്ചയിൽ ഈ ഒരു മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ കാണുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന് ഒരു പോസിറ്റീവായ രീതിയിലല്ല ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്രഹ്മിലാണ് നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും വ്യൂ എങ്ങനെയാണ്. ഈ വ്യൂ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വ്യൂ എങ്ങനെയാണ്. അതുകൂടാതെ ഈ കഴിഞ്ഞു പോയ ആഴ്ചയിലെ വ്യൂവിനെ കുറിച്ച്, ഇപ്പോൾ കഴിഞ്ഞു പോയ ആഴ്ചയുടെ വ്യൂവിന് ഇന്ന് അവസാനിച്ച ആഴ്ചയുടെ വ്യൂ ഞാൻ വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു, ബാങ്ക് നിഫ്റ്റി ഒരു ബാലൻസിങ് ആയിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 22,800 വരെ പുട്ടിൽ ലോങ് ബിൽഡപ്പ് ഉണ്ട്. 22,700 വരെ ലോങ്സ് കോളിൽ ഷോർട്ട് ബിൽഡപ്പ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, 22,800 വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ആസ് ഓഫ് ടുഡേയ്സ് EOD റിപ്പോർട്ട്. നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞു പോയ ആഴ്ചയിൽ നോർമൽ വേരിയേഷൻ അപ്പ് വീക്കായിരുന്നു ഇന്ന് കഴിഞ്ഞു പോയ ആഴ്ച അവസാനിച്ചത്. 48,750 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. നമ്മുടെ ക്ലോസിംഗ് ഏകദേശം POCയുടെ ഭാഗത്തൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങളുടെ കാര്യം ഓർത്തുകൊള്ളുക, 48,750 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ POC ആയ 50,400 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒന്ന്. രണ്ടാമത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 48,000 എന്ന് പറഞ്ഞത് ഒരു ഡെയിലി ഗർജിൻ POC ആണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ കുറേ വീഡിയോയിലൊക്കെ ആ 42,000 കുറിച്ച് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. 48,000 ബ്രേക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റി വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് താഴേക്ക് ഇഷ്ടംപോലെ സപ്പോർട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു HVN LVN സോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജൂൺ മാസം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ജൂൺ മാസം നമ്മളെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ദിവസം ബാങ്ക് നിഫ്റ്റി ഏകദേശം 5,000 പോയിന്റ് അടിച്ചായിരുന്നു.
അവിടുന്ന് തിരിച്ച് കയറി 46,000 സംതിങ് വന്ന ബാങ്ക് നിഫ്റ്റി അവിടുന്ന് തിരിച്ച് കയറി 54,000 വരെ പോയായിരുന്നു. 8,000 പോയിന്റ് തിരിച്ച് കയറിയ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു പിന്നീട് സംഭവിച്ചത്. സോ ഇലക്ഷൻ ഡേയുടെ അന്ന് വന്ന കുറേ HVN LVN സോൺസുകൾ നിങ്ങൾ ഈ കാണുന്ന നീല കളറിലും കറുപ്പ് കളിലും കാണുന്ന ലൈൻസുകൾ. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 48,000 എന്ന് പറഞ്ഞൊരു ഡെയിലി വിർജിൻ POC ഉണ്ട്. വിർജിൻ POC ഉണ്ട്, ടച്ച് ചെയ്യാത്ത ആ ദിവസത്തെ വന്നൊരു POC ഉണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ ഇവഞ്ച്വലി ബാങ്ക് നിഫ്റ്റിയിലും വലിയ രീതിയിലൊരു സെല്ലിങ് വരാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഭാഗത്തുനിന്നും വിർജിൻ POC വേറെ ഇല്ല. നിങ്ങൾ ഭയക്കേണ്ട വളരെ സീരിയസ് ആയ ഒരു കാര്യം കൂടെയാണ്. 40,000 താഴെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുമെങ്കിൽ ഇവഞ്ച്വലി 44,000 വരെ വരാനുള്ള ചാൻസ് 44,600 ഭാഗത്ത് മാത്രമേ പിന്നെ ഒരു വിർജിൻ POCയുടെ ഭാഗത്തേക്ക് ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 48,000 ബാങ്ക് നിഫ്റ്റി വീക്കിലി ക്ലോസിംഗ് വരെയാണ്. ഇറ്റ്സ് എ വെരി വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. നല്ല രീതിയിലുള്ള ഡിപ്പ് ഡൗൺവേർഡ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല എങ്കിൽ ഇവഞ്ച്വലി ബാങ്ക് നിഫ്റ്റി 48,750 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 50,400 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് തരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ഭാഗം. നിഫ്റ്റി ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കും, നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു നോർമൽ വീക്കായിരുന്നു ഇന്ന് കഴിഞ്ഞു പോയ വീക്ക്. വലിയൊരു മുന്നോട്ടൊന്നും തന്നിട്ടില്ല നിഫ്റ്റി. പ്രത്യേകിച്ച് റിലയൻസ് മാത്രമാണ് നിഫ്റ്റി ഒരു ഡൗൺവേർഡ് വരാതെ പിടിച്ചു നിർത്തിയത് ആശാൻ. നോർമൽ വീക്കാണ് നിഫ്റ്റിയിൽ. നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 23,193 193 200 വളരെ ഇപ്പോഴും ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വീക്കിൽ നിഫ്റ്റി മുകളിലോട്ട് കയറാനുള്ള ശ്രമമൊക്കെ നടത്തി വിജയിക്കാതെ താഴെ ഈ POCയുടെ ആസ്പാസ് അടുത്തൊക്കെയാണ് അവനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് അതുകൂടാതെ കഴിഞ്ഞ ചൊവ്വാഴ്ച നിഫ്റ്റിയിൽ 23,198 ഭാഗത്തൊരു ഫെയിൽഡ് ഓപ്ഷൻ വന്നായിരുന്നു. ആ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം 23,450 റേഞ്ചിൽ അടുപ്പിച്ചാണ് നിഫ്റ്റി ടാർഗറ്റ് വരുന്നത്. ഇന്നലെ ഞാൻ ആ ടാർഗറ്റ് ഗ്യാപ്പ് അപ്പിൽ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അവൻ തന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ആ POC ആ ഒരു വിർജിൻ എന്തുവാണ് നമ്മുടെ ആ FAയുടെ ടാർഗറ്റ് തന്നതുമില്ല. ഇന്ന് അവൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ FA നെഗറ്റീവ് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ റേബാരസ് ആണ് ഫെയിൽഡ് ഓപ്ഷൻ കണ്ടുപിടിച്ചത്. അപ്പം അത് പ്രകാരം നെഗറ്റീവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ടാർഗറ്റും ഉണ്ട്. അപ്പം ATR ടാർഗറ്റ് നമ്മൾ താഴേക്ക് കുറയ്ക്കണം. അത് പ്രകാരം നിഫ്റ്റിക്ക് 23,193 താഴെ നിഫ്റ്റി സെല്ലിംഗ് ആണ്. അത് ഇവഞ്ച്വലി എന്നെ സംബന്ധിച്ച് ഈ POC അതായത് 22,788 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ആണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഈ 23,408 എന്ന് പറഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന FAയുടെ മുകളിൽ അവനെ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അടുത്ത ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 22,788 ആണ്. അതാണ് ഞാൻ നിഫ്റ്റി 22,845 വരുമോ എന്ന് ചോദിച്ചതല്ല ഒരു ആൻസർ. അതുകൂടാതെ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ക്യാൻഡിലിൽ നിഫ്റ്റിയിൽ ഒരു വലിയൊരു സെല്ലിംഗ് എന്ന് വന്നായിരുന്നു. പക്ഷേ ആ സെല്ലിംഗ് എല്ലാം അവസാന നിമിഷത്തിൽ തിരിച്ച് പോവുകയും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയും ചെയ്തായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി ആ FA ഫെയിൽഡ് ഓപ്ഷൻ നെഗറ്റീവ് ചെയ്തത് കൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് നെഗറ്റീവ് ടാർഗറ്റ് തരികയോ ഇല്ല എങ്കിൽ പ്രീവിയസ് വന്ന FAയുടെ മുകളിൽ അവന് ക്ലോസ് ചെയ്യാൻ വേണം. അപ്പോൾ 23,408 മുകളിൽ നിഫ്റ്റിയെ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അവൻ ഡൗൺവേർഡ് ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ബാലൻസ് വന്ന POCയുടെ ഭാഗത്തേക്കാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ചുരുക്കി നിങ്ങൾക്ക് അറിയാം ഈ ഒരു കൃത്യമായിട്ട് ബാലൻസ് ആണ് കഴിഞ്ഞ ഒരാഴ്ച ഈ ഒരാഴ്ച ഇന്ന് കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് സംഭവിച്ചു. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി അടുത്തൊരു ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ 23,200 ഭാഗത്ത് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ 22,845 22,745 പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതാണ് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിഫ്റ്റി 22,845 വരണം. ആ ഭാഗത്ത് മാത്രമേ നിഫ്റ്റിക്ക് ഒരു ഡിമാൻഡ് ഉള്ളൂ. ഇല്ല എങ്കിൽ അവനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ മൺഡേയുടെ മുകൾ ഈവൻ തിങ്കളാഴ്ചയുടെ 22,408 മുകളിൽ അവന് ക്ലോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് 23,600 ഭാഗത്തേക്കും അതിന് മുകളിൽ 23,900 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ വരാൻ പോകുന്ന ഫെബ്രുവരി 1 ബഡ്ജറ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ ബഡ്ജറ്റിന് ലൈവായിട്ട് നമുക്ക് കുറച്ച് പേരെ യൂട്യൂബിലുള്ള കുറച്ച് പേർക്ക് ലൈവായിട്ട് നമ്മളെ ഗൂഗിൾ മീറ്റിൽ ആ ട്രേഡ് ചെയ്യാനുള്ള ഒരു സുവർണ അവസരം നൽകുകയാണ്. സോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഡേയുടെ അന്ന് എൻ്റെ കൂടെ ഇരുന്ന് ലൈവായിട്ട് ട്രേഡ് ചെയ്യണം, ഗൂഗിൾ മീറ്റിൽ ഓർഡർ ഫ്ലോ ചാർട്ട്സും പ്രൈസ് ആക്ഷനൊക്കെ കണ്ട് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ഞാനൊരു ഗൂഗിൾ ഫോംസ് ഇതിലേക്ക് കൊടുക്കാം. ആ ഗൂഗിൾ ഫോംസ് നിങ്ങളുടെ എന്തുകൊണ്ട് പേരും ബാക്കിയുള്ള വിവരങ്ങളൊക്കെ തരികയാണെങ്കിൽ
ആദ്യം വരുന്ന കുറച്ച് പേർക്ക് മാത്രമേ അതിലേക്ക് ആക്സസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്, ഓർഡർ ഫ്ലോയെ കുറിച്ച് ട്രേഡ് ചെയ്യണം, ബാക്കി ലൈവ് ട്രേഡിംഗ് എന്തെങ്കിലുമൊക്കെ കുറിച്ച് അറിയണമെങ്കിൽ DM എൻ്റെ നമ്പർ ഞാൻ ഈ തമ്മിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വിളിക്കുക, സംസാരിക്കുക. സോ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒരു ട്രിം ആയിട്ടുള്ള ഏരിയ, പ്രത്യേകിച്ച് പറയാൻ നിഫ്റ്റി ഒരു ബെയറിഷ് ക്ലോസിംഗ് ആണ് ആസ് പെർ ദ മാർക്കറ്റ് പ്രൊഫൈൽ. അതുകൂടാതെ ഫെയിൽഡ് ഓപ്ഷൻ നെഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 22,840 ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൂടാതെ ഈ ആഴ്ച നിങ്ങൾ നോക്കിയാൽ എക്രോസ് സെക്ടർ FIC വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഏമാതിരി വിറ്റ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. സോ അതും വളരെയധികം ഒരു നെഗറ്റീവാണ്. ഈ വരാൻ പോകുന്ന ഒരു ദിവസം, ഏതെങ്കിലും ദിവസം നല്ലൊരു രീതിയിലുള്ള ഡിപ്പോ, നല്ലൊരു മൂവ്മെൻറ്റ്, എല്ലാ ഷോർട്ട് കവറിങ് വരണമെങ്കിൽ ഒരു 2% മുകളിൽ ഷോർട്ട് കവറിങ് വരണം. ഇല്ല ഡിപ്പ് വരെയെങ്കിൽ അറ്റ്ലീസ്റ്റ് 2% അടുപ്പിച്ചുള്ള ഡിപ്പും വരാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതലാണ്. എൻ്റെ ബയാസ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള എൻ്റെ ബയാസ് നിഫ്റ്റി വീക്കാണ്. 22,845 വന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിട പറയുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ.